ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്ലോക്ക് 1-ൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അനലൈസിങ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ സെക്ഷനിലെ സെക്കൻഡ് പോർഷനാണ്. സെക്കൻഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ വിൻഡോ ബൈ എച്ച് മോൺറോ. ഓപ്പൺ വിൻഡോ ആരുടെയാണ്? എച്ച് മോൺറോയുടെയാണ് കേട്ടോ. നമുക്ക് നോക്കാം. എച്ച് മോൺറോയുടെ ഫുൾ നെയിം ഹെക്ടർ ഹ്യൂഗ് മോൺറോ, ഓഫൻ നോൺ ആസ് എച്ച് മോൺറോ, was a Scottish author of plays, short stories and novels. ഒരേ സമയം തന്നെ പ്ലേസ്, നാടകങ്ങൾ, അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറി, ചെറുകഥകൾ, അതുപോലെ നോവൽസ് എഴുതിയിട്ടുള്ള ഒരു സ്കോട്ടിഷുകാരനായിട്ടുള്ള എഴുത്തുകാരനാണ് എച്ച് മോൺറോ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഹി റൈറ്റ്സ് യൂസിങ് ദ പെൻ നെയിം സാക്കി എന്ന ഒരു പെൻ നെയിം മീൻസ് തൂലികാനാമം, ആ പേരിലാണ് എഴുതിയിരുന്നത്. ഹിസ് റൈറ്റിംഗ് ഈസ് ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ ഇറ്റ്സ് യൂസ് ഓഫ് ഹ്യൂമർ ആൻഡ് സെറ്റയർ എയിം അറ്റ് ഇംഗ്ലീഷ് സൊസൈറ്റി ആൻഡ് കൺവെൻഷൻ ഡ്യൂറിങ് ദ എഡ്വേർഡിയൻ ഇറ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു. അദ്ദേഹം ഒരുപാട് ഹാസ്യം ഉപയോഗിച്ചിരുന്നു. സെറ്റയർ എന്ന് പറഞ്ഞാൽ എന്താ? വിമർശിച്ചിരുന്നു. ആരെ? ഇംഗ്ലീഷ് സൊസൈറ്റീനെ, ഇംഗ്ലീഷ് സമൂഹത്തെ, അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെ. പ്രത്യേകിച്ചും എഡ്വേർഡിയൻ ഇറ എന്ന് പറഞ്ഞാൽ കിങ് എഡ്വേർഡിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ദ ഓപ്പൺ വിൻഡോ എന്ന് പറയുന്നത് ആർഗ്യുബിളി സാക്കി ഈസ് ദ മോസ്റ്റ് വെൽ നോൺ ഷോർട്ട് സ്റ്റോറി. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയാണ് അദ്ദേഹത്തിൻ്റെ. ആദ്യം എപ്പിയർ ചെയ്യുന്നത് ഇൻ ബീസ്റ്റ് ആൻഡ് സൂപ്പർ ബീസ്റ്റും സൂപ്പർ ബീസ്റ്റും എന്ന് പറഞ്ഞൊരു കളക്ഷനാണ്. അതൊരു ഷോർട്ട് സ്റ്റോറിയുടെ കളക്ഷനാണ്. അതിലാണ് ഇത് ആദ്യം എപ്പിയർ ചെയ്യുന്നത്. അത് പബ്ലിഷ് ചെയ്യുന്നത് 1914 കേട്ടോ. ഇയർ നോക്കുക, 1914. സൂൺ ബിഫോർ ദ മോൺട്രോ ലെഫ്റ്റ് ഫോർ വേൾഡ് വാർ ഫസ്റ്റ്. അപ്പോൾ വേൾഡ് വാർ ഫസ്റ്റിന്, ഒന്നാം ലോക മഹായുദ്ധത്തിന് വേണ്ടി മോൺട്രോ പോകുന്ന അതിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്തത്. നമുക്കറിയാം 1914 to 1918 ആയിരുന്നു എന്ത് ഫസ്റ്റ് വേൾഡ് വാർ. മോസ്റ്റ് പീപ്പിൾ എൻജോയ് ദ ഓപ്പൺ വിൻഡോ ഫോർ ഇറ്റ്സ് അൺഎക്സ്പെക്റ്റഡ് കൺക്ലൂഷൻ. ഇവിടെ എല്ലാവർക്കും ഓപ്പൺ വിൻഡോ എല്ലാവർക്കും ഇഷ്ടം, കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കൺക്ലൂഷനാണ് ഓപ്പൺ വിൻഡോയിലുള്ളത്. വിച്ച് റിവീൽസ് ദാറ്റ് ദ റീഡേഴ്സ് ആർ ഓൾസോ ഡിസ്ലെഡ് ബൈ പ്രോട്ടോഗോണിസ്റ്റ് വെറാസ് ഗ്രീൻ ടെയിൽ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്പറേഷൻ. ഇവിടെ വായനക്കാരനാണെങ്കിലും നമുക്ക് ഇവിടെ വെളിപ്പെടുത്തി തരികയാണ്. വായനക്കാർക്കാണെങ്കിലും അവരെ പോലും തെറ്റായ ഒരു ദിശയിലേക്ക് നയിക്കും. ഈ ഒരു വേറെ ഗ്രിം മീൻസ് സീരിയസ് ആയിട്ടുള്ള ടെയിൽ ഓഫ് ഡെത്ത് ആൻഡ് ഡെസ്പറേഷൻ. വേറെ ടെയിലാണ്. വെറ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ കഥയാണ്. അവരുടെ മരണം, അവരുടെ ഒരു ഡിപ്രഷൻ, അതൊക്കെയാണ് അതിലേക്ക് വരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു കൺക്ലൂഷനൊക്കെയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിക്ക് ഉള്ളത്. നമുക്ക് ഈ ഷോർട്ട് സ്റ്റോറിയുടെ കംപ്ലീറ്റ് വേർഷൻ വായിക്കാമെന്ന് പറയണം. ദ ഓപ്പൺ വിൻഡോ അല്ലേ? ഓപ്പൺ വിൻഡോ, തുറന്നു കിടക്കുന്ന ജനവാതിൽ. നോക്കാം. മൈ ഓൺ വിൽ ബി ഡൗൺ presently, Mr. Nuttall said a very possessed young lady of 15. In the meantime, you must try and put up with me. അപ്പോൾ പറയാണ്, ഒരു പെൺകുട്ടി പറയാണ്, 15 വയസ്സുള്ള ഒരു പെൺകുട്ടി പറയാണ്, മൈ ഓണ്ട്, എൻ്റെ ആൻറ്റി ഇപ്പോൾ വരും, പ്രസൻ്റ്ലി ആയിട്ട് ഇപ്പോൾ വരും, വിൽ ബി ഡൗൺ പ്രസൻ്റ്ലി. മിസ്റ്റർ നട്ടൽ, ആരോടാ പറയുന്നത്? നട്ടലിനോട്. സെഡ് എ വെരി സെൽഫ് പൊസസ്ഡ് യങ് ലേഡി, ഒരു യങ് ലേഡി എന്നാണ്, 15 വയസ്സായിട്ടുള്ളൂ കേട്ടോ. ഫ്രാംപ്റ്റൺ നട്ടൽ. അപ്പോൾ നട്ടലിൻ്റെ ഫുൾ നെയിം എന്താ? ഫ്രാംപ്റ്റൺ നട്ടൽ. എൻഡ്യൂർ ടു സേ ദ കറക്റ്റ് സംതിങ് വിച്ച് ഷുഡ് ഡലേ ദ ഫ്ലാറ്റർ ദ നീസ് ഓഫ് ദ മൊമെൻറ്റ് വിത്തൗട്ട് അൺജലി ഡിസ്കൗണ്ടിങ് ദ ഓണ്ട് ദാറ്റ് വാസ് ടു കം. അപ്പോൾ ഇവിടെ ഓണ്ടിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഓണ്ട് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പ്രൈവറ്റ്ലി ഹി ഡബിൾഡ് മോർ ദാൻ എവർ വെദർ ദ ഫോർമൽ വിസിറ്റ്സ് ഓൺ എ സക്സഷൻ ഓഫ് ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ് വുഡ് ഡു മച്ച് ടുവേഴ്സ് ഹെൽപ്പിംഗ് ദ നെർവ് ക്യൂർ വിച്ച് ഹി വാസ് സപ്പോസ് ടു ബി അണ്ടർഗോയിങ്. അപ്പോൾ നെർവിൻ്റെ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ഞരമ്പിൻ്റെ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. I know how it will be, his sister had said when he was preparing to migrate to this rural retreat. അവിടെ ഒരു നെട്ടലിൻ്റെ സിസ്റ്ററിൻ്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. സിസ്റ്റർ എന്താ പറഞ്ഞത്? ഐ നോ ഹൗ ഇറ്റ് വിൽ ബി. അതെങ്ങനെയാവുമെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ പറയുകയാണ്, അദ്ദേഹം പ്രിപ്പയർ ചെയ്യുന്നു വേറൊരു സ്ഥലത്തേക്ക്, ഒരു റൂറലായിട്ടുള്ള റിട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുഖം ബാധിച്ചിട്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റാണ് ശരിക്കും നടക്കുന്നത്. അപ്പോൾ എനിക്കറിയാം അതെങ്ങനെയായിരിക്കുമെന്നൊന്ന് പറയാണ്. സിസ്റ്റർ മിസ്റ്റർ നട്ടലിൻ്റെ. യു വിൽ ബറി യുവർ സെൽഫ് ഡൗൺ ദർ ആൻഡ് നോട്ട് സ്പീക്സ് ടു എ ലിവിങ് സോൾ ആൻഡ് യുവർ നേഴ്സ് വിൽ ബി വേഴ്സ് ദാൻ എവർ ഫ്രം മോപ്പിംഗ്.
അപ്പോൾ ഇയാൾക്ക് മിസ്റ്റർ നട്ടലിന് നെർവ്സുമായി സംബന്ധിച്ച് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷേ സിസ്റ്ററിന് ഇത് ശരിക്കും ഇഷ്ടമല്ല. ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ഇഷ്ടമില്ല. അതുകൊണ്ട് ഗുണമില്ല എന്നാണ് സിസ്റ്റർ പറയുന്നത്. അതാണ് ഇവിടെ. I shall just give you letters of introduction to all people I know there. Some of them, as far as I can remember, were quite nice. അങ്ങനെ ഇവിടെ കുറച്ച് ആളുകളുടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന പോലെ പറയാണ്. ഫ്രാംപ്റ്റൺ വണ്ടേർഡ് വെദർ മിസ്സിസ് സാപ്പിൾട്ടൺ, ഇവിടെ ഫ്രാംപ്റ്റൺ ഫ്രാംപ്റ്റൺ നട്ടൽ അല്ലേ, വണ്ടേർഡ് വെദർ മിസ്സിസ് സാപ്പിൾട്ടൺ, the lady to whom he was presenting one of the letters of introduction, came into a nice division. അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ലേഡി ആരാണ്? മിസ്സിസ് സാപ്പിൾട്ടൺ ആണ്. അവരെക്കുറിച്ച് Do you know many of the people round here? Asked niece when she judged that they had sufficient silent communion. Hardly a soul, said Frampton. My sister was staying there at the rectory, you know, some 4 years ago, and she gave me letters of introduction to some of the people here. അപ്പോൾ മിസ്റ്റർ നട്ടൽ ഇവിടെയുള്ള ആളുകളെക്കുറിച്ച് അറിയുന്നതും കാര്യങ്ങളും സിസ്റ്ററിൻ്റെ ലെറ്ററിലൂടെയാണ്. സിസ്റ്ററിനെ അറിയാം ഇവിടെയുള്ള ഓരോരുത്തരെ. അപ്പോൾ അത് പറയുകയാണ് മിസ്റ്റർ നട്ടൽ. ഹി മെയ്ഡ് ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ ടോൺ ഓഫ് ഡിസ്റ്റിൻക്റ്റ് റിഗ്രറ്റ്. ദെൻ യു നോ പ്രാക്ടിക്കലി നത്തിങ് അബൌട്ട് മൈ ഓണ്ടർ ദ സെൽഫ് പൊസസ് യങ് ഗേൾ. അപ്പോൾ ഈ ഒരു ഇങ്ങനെ അറിയും, എനിക്ക് നിങ്ങളെയൊക്കെ അറിയാം, എൻ്റെ സിസ്റ്റർ വഴി അറിയാം എന്ന് ഇയാൾ പറയുമ്പോൾ ഈ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, 15 വയസ്സുള്ള സെൽഫ് പൊസസ്ഡ് ആയിട്ടുള്ള പെൺകുട്ടി പറയുന്നത്, നിങ്ങൾക്ക് എൻ്റെ ആൻറ്റിയുടെ കഴിവുകളൊന്നും അറിയില്ല എന്ന് തോന്നുന്നുണ്ട് എന്ന രീതിയിൽ പറയാൻ. ഓൺലി ഹർ നെയിം ആൻഡ് അഡ്രസ്സ്, അവരുടെ പേരും അഡ്രസ്സും അറിയുള്ളൂ. അഡ്മിറ്റഡ് ദ കോളർ, അയാൾ പറഞ്ഞു എനിക്ക് പേരും അഡ്രസ്സും അറിയുള്ളൂ എന്ന്. ഹി വാസ് വണ്ടറിങ് വെദർ മിസ്സിസ് സാപ്പിൾട്ടൺ വാസ് ഇൻ എ മാരീഡ് ഓർ വിഡോഡ് സ്റ്റേറ്റ്. അപ്പോൾ ഈ ആൾക്ക് ഭയങ്കര അത്ഭുതമാണ്. ഇനിയിപ്പോൾ ഈ മിസ്സിസ് സാപ്പിൾട്ടൺ വിവാഹിതയാണോ അല്ലെങ്കിൽ വിഡോ ആണോ? ഓക്കെ. An undefinable something about the room seemed to suggest a masculine habitation. അപ്പോൾ നോക്കുകയാണ് അവിടെ ഏതെങ്കിലും പുരുഷന്മാർ ഈ പെണ്ണിൻ്റെ റൂമിൽ താമസിക്കുന്നുണ്ടോ, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്ന രീതിയിൽ ഇയാൾ നോക്കുകയാണ് കേട്ടോ. Her great tragedy happened just 3 years ago, said the child. അപ്പോൾ ഈ ഒരു 15 വയസ്സുള്ള ഈ പെൺകുട്ടി പറയുകയാണ് എൻ്റെ ആൻറ്റിയുടെ ഏറ്റവും വലിയ ട്രാജഡി ഉണ്ടായത് 3 വർഷങ്ങൾക്ക് മുമ്പാണ്. ദാറ്റ് വുഡ് ബി സിൻസ് യുവർ സിസ്റ്റേഴ്സ് ടൈം, നിങ്ങൾ സിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സമയത്ത്. അപ്പോൾ ചോദിക്കുകയാണ് ഹേർ ട്രാജഡി, എന്താ ദുരന്തം? ആസ്ക്ഡ് ഫ്രാംപ്റ്റൺ പറയാണ് സംഹൗ ഇൻ ദിസ് റിസർച്ച്ഫുൾ കൺട്രി സ്പോൺ ട്രാജഡി സീംസ് ഔട്ട് ഓഫ് ദ പ്ലേസ്. യു മേ വണ്ടർ വൈ വി കീപ് ദാറ്റ് വിൻഡോ വൈഡ് ഓപ്പൺ ഓൺ എ ഒക്ടോബർ ആഫ്റ്റർനൂൺ. പറയാം നിങ്ങളെല്ലാവരും അത്ഭുതപ്പെടുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ ഒരു ഒക്ടോബർ ആഫ്റ്റർനൂണിൽ ആ വിൻഡോ ഇങ്ങനെ എപ്പോഴും തുറന്നിടുന്നത്. സദനീസ് അപ്പോൾ ഈ നീസാണ് കേട്ടോ, അതായത് 15 വയസ്സുള്ള കുട്ടി. ഇൻഡിക്കേറ്റിംഗ് എ ലാർജ് ഫ്രണ്ട് വിൻഡോ ദാറ്റ് ഓപ്പൺ ഓൺ ടു എ ലോൺ. അപ്പോൾ നോക്കുമ്പോൾ ശരി തന്നെ ഒരു ഫ്രഞ്ച് മോഡലുള്ള ഒരു വലിയ ജനവാതില എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. ദിസ് ഈസ് ക്വൈറ്റ് വാം ഫോർ ദ ടൈം ഓഫ് ദ ഇയർ, സെഡ് ഫ്രാംപ്റ്റൺ. അതാണെങ്കിൽ എന്തെങ്കിലും സുഖം കിട്ടാനായിരിക്കാം. ബട്ട് ഹാസ് ദാറ്റ് വിൻഡോ ഗോട്ട് എനിത്തിങ് ടു ഡു വിത്ത് ദ ട്രാജഡി? അപ്പോൾ ഫ്രാംപ്റ്റൺ പിന്നെയും ചോദിക്കുകയാണ് ആ ഒരു വിൻഡോയ്ക്ക് ഇവരുടെ ലൈഫിലുണ്ടായിട്ടുള്ള ഈ ഒരു ട്രാജഡിയുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. Out through that window 3 years ago to a day, her husband, her 2 young brothers went off for their day's shooting. അപ്പോൾ പറയാണ് ആ ഒരു വിൻഡോയിലൂടെയാണ് 3 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഓണ്ടിൻ്റെ ഭർത്താവും അതുപോലെ തന്നെ 2 യങ് ബ്രദേഴ്സ് 2 അനുജന്മാരും ഒരു ഡേയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി പോയത്. ദേ നെവർ കെയിം ബാക്ക്. അവർ പക്ഷെ ഒരിക്കലും പിന്നെ തിരിച്ചു വന്നില്ല. In crossing the moor to their favorite snipe shooting ground, they were all 3 engulfed in a treacherous piece of bog. അവർക്ക് എന്തോ ഒരു അപകടത്തിൽ ചതിയിൽ പെട്ടു. It had been that dreadful wet summer. ഒരു ഭയാനകമായിട്ടുള്ളൊരു സമ്മർ, you know, and the places that were safe in other years gave way suddenly without warning. ദെയർ ബോഡീസ് വർ നെവർ റിക്കവർഡ്. അപ്പോൾ ഇവർക്ക് എന്തോ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി, പക്ഷേ അവരുടെ മൃതശരീരങ്ങൾ ഒരിക്കലും തിരിച്ചു കിട്ടിയില്ല, കണ്ടെടുക്കാനായിട്ട് പറ്റിയില്ല എന്ന് പറയണം. അപ്പോൾ പ്രകൃതി ദുരന്തം നമുക്കറിയാം, അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി. ഈ ഒരു ലേഡിയുടെ ഹസ്ബൻഡും അവരുടെ 2 ബ്രദേഴ്സും ജീവൻ നഷ്ടപ്പെട്ടു. ദാറ്റ് വാസ് ദ ഡ്രെഡ്ഫുൾ പാർട്ട് ഓഫ് ഇറ്റ്. ശവം പോലും അവർക്ക് തിരിച്ചു കിട്ടിയില്ല. അതാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുകയാണ്. ഹിയർ ദ ചൈൽഡ്സ് വോയിസ് ലോസ്റ്റ് ഇസ് സെൽഫ് പൊസസ് നോട്ട് ആൻഡ് ബിക്കം ഫ്രാറ്റിംഗ്ലി ഹ്യൂമൻ.
അപ്പോൾ നമ്മൾ കാണുമ്പോൾ തുടക്കത്തിൽ ഈ പെൺകുട്ടി നല്ല ധൈര്യമുള്ള ഒരു പെൺകുട്ടിയാണെങ്കിലും ഇത് പറയുമ്പോഴേക്കും ഈ കുട്ടി ആകെ കരയുന്ന ഒരു രീതിയിലായി. Poor aunt always thinks that they will come back someday, and the little brown spaniel that was lost with them and walk in at that window just as they used to do. അപ്പോൾ പറയാണ് ഓണ്ടിൻ്റെ വിചാരം എന്തെങ്കിലും അവർ തിരിച്ചു വരും, ഏതെങ്കിലും ഒരു ദിവസം അവർ വരും എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓണ്ട് അവിടെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ വിൻഡോ ഈസ് കെപ്റ്റ് ഓപ്പൺ എവറി ഈവനിങ് ടിൽ ഇറ്റ് ഈസ് ക്വൈറ്റ് ഡസ്ക്. അതുകൊണ്ടാണ് ഡസ്ക് വരെ, ഡസ്ക് മീൻസ് എന്താണ്, ഈവനിങ് വരെ എന്ത് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു ഈവനിങ് വരെ ഈ ഒരു ഡോറ്, അതായത് ഈ ഒരു ഫ്രഞ്ച് ലാർജ് എന്താ പറയുക, വളരെ സൈസുള്ള ഈ ഒരു ഓപ്പൺ വിൻഡോ ഓപ്പൺ ആക്കി ത്രൂ ഔട്ട് ദ ഡസ്ക് മീൻസ് ഈവനിങ് വരെ ഇടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ബിക്കോസ് ദാറ്റ് ഓണ്ട് ഈസ് എക്സ്പെക്റ്റിംഗ്, ആ പ്രതീക്ഷിക്കുന്നുണ്ട് അവരെന്തെങ്കിലും തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് ഷി കെപ്റ്റ് ദിസ് വിൻഡോ ഓപ്പൺ എന്ന് പറയാണ്. ഓക്കെ, ദാറ്റ് ഈസ് വൈ ദ വിൻഡോ ഈസ് കെപ്റ്റ് ഓപ്പൺ എവറി ഈവനിങ് ടിൽ ഇറ്റ് ഈസ് ക്വൈറ്റ് ഡസ്ക് പറയാണ്. പുവർ ഡിയർ ഓണ്ട്, ഷി വാസ് ഓഫൻ ടോൾഡ് മീ ഹൗ ദേ വെൻറ്റ് ഔട്ട്, ഹെർ ഹസ്ബൻഡ് വിത്ത് ഹിസ് വൈറ്റ് വാട്ടർ പ്രൂഫ് കോട്ട് ഓവർ ഹിസ് ആം ആൻഡ് റോണി ഹെർ യങ്ങസ്റ്റ് ബ്രദർ singing Bertie, why do you bound? As he always did to tease her because she did it got on her nerves. അപ്പോൾ ഈ ഒരു പെൺകുട്ടി പറയാണ്, എൻ്റെ ആൻറ്റി എപ്പോഴും ഇവർ പോയൊരു യാത്രേനെ കുറിച്ച് എന്നോട് പിന്നെയും പറയാറുണ്ട്. ഹസ്ബൻഡ് എങ്ങനെ പോയി, ബ്രദറിൻ്റെ പേര് എന്താ, റോണി എന്നാണ്, യങ് ബ്രദറിൻ്റെ പേര്. ഒരു പാട്ട് ബേർട്ടി എന്ന് പറഞ്ഞുള്ള സോങ് ഒക്കെ സിങ് ചെയ്ത് പോയതൊക്കെ ഓർക്കുന്നു. അതൊക്കെ പിന്നെയും പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നും എന്ന് പറയാം. ഹസ്ബൻഡ് വൈറ്റ് വാട്ടർ പ്രൂഫാണ്, ആ കോട്ട് ധരിച്ചിട്ടാണ് പോയതെന്നൊക്കെ പറയണം. Do you know, sometimes on still quiet evenings like this, I almost get a creepy feeling that they will all walk in through that window. അപ്പോൾ ഇതുകൊണ്ട് പറയാണ്, ചിലപ്പോഴൊക്കെ തോന്നും ആ ഒരു വിൻഡോയിലൂടെ അവർ നടന്നു വരുന്ന പോലെ തോന്നും. അപ്പോൾ അതൊരു ആൻറ്റിയുടെ ആഗ്രഹമായിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണം. ഷീ ബ്രോക്ക് ഓഫ് വിത്ത് എ ലിറ്റിൽ ഷഡർ. അപ്പോൾ ഈ ഒരു പെൺകുട്ടി വളരെ സങ്കടപ്പെടുന്നു, ഒരു പെട്ടെന്ന് അവർക്ക് ഞെട്ടൽ പോലെ ഉണ്ടാകുന്നു. ഇറ്റ് വാസ് എ റിലീഫ് ടു ഫ്രാംപ്റ്റൺ വെൻ ദ ഓണ്ട് ബസ്റ്റൽ ഇൻ ടു ദ റൂം വിത്ത് എ വേൾഡ് ഓഫ് അപ്പോളജീസ് ഫോർ ബീങ് ലേറ്റ് ഇൻ മേക്കിംഗ് ഹെർ അപ്പിയറൻസ്. ആ സമയത്താണ് ഈ ഓണ്ട് കയറി വരുന്നത്. അവർ വന്ന വശം മാപ്പ് പറയുന്നുണ്ട് ഫ്രാംപ്റ്റനോട്, കാരണം ഞാൻ എത്താൻ വൈകിയതിൽ മാപ്പ് പറയുന്നു എന്ന് പറയാണ്. ഐ ഹോപ്പ് വേറ ഹാസ് ബീൻ എമ്യൂസിങ് യു. സോ ഇപ്പോഴാണ് നമുക്ക് പേര് കിട്ടിയത്. ആ 15 വയസ്സുള്ള ആ പെൺകുട്ടിയുടെ പേര് എന്തായിരുന്നു, വേറ എന്നായിരുന്നു. അപ്പോൾ ഈ ആൻറ്റി പറയാണ്, ഐ ഹോപ്പ്, ഞാൻ പ്രതീക്ഷിക്കുന്നു, വേറ നിങ്ങളെ എമ്യൂസ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താ, കളിപ്പിച്ചിട്ടുണ്ടാവും, ടൈം അവൾ മാനേജ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയാണ്. ഷീ ഹാസ് ബീൻ വെരി ഇൻട്രസ്റ്റിംഗ് സെഡ് ഫ്രാംപ്റ്റൺ പറഞ്ഞാൽ ശരിയാണ്, വേറെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുട്ടിയാണ്. ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ് ദ ഓപ്പൺ വിൻഡോസ് സെഡ് മിസ്സിസ് സാമ്പിൾട്ടൺ ബ്രിസ്ക്ലി. അപ്പം പറഞ്ഞിട്ട് ഈ ഓണ്ട് പറയാണ്, നിങ്ങൾ ഈ ഒരു ഓപ്പൺ വിൻഡോ നിങ്ങൾക്കൊരു പ്രശ്നമായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറയാൻ. സോ ഓണ്ടിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, മിസ്സിസ് സാപ്പിൾട്ടൺ കേട്ടോ. ബ്രിസ്ക്ലി എന്ന് പറയാണ്. മൈ ഹസ്ബൻഡ് ആൻഡ് ബ്രദേഴ്സ് വിൽ ബി ഹോം ഡയറക്ട്ലി ഫ്രം ദ ഷൂട്ടിംഗ്. അപ്പോൾ ഇപ്പോഴും അവരങ്ങനെ പറയാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അവർക്കറിയാം ഓൾറെഡി ഒരിക്കലും അവർ തിരിച്ചു വരില്ല, മരിച്ചു കഴിഞ്ഞു, ബോഡി പോലും റിക്കവർ ചെയ്തിട്ടില്ല. പക്ഷേ അവരിപ്പോഴും വിശ്വസിക്കുന്നു ദെയർ ഹസ്ബൻഡ് ആൻഡ് ബ്രദേഴ്സ് വിൽ കം വൺ ഡേ, എന്തെങ്കിലും ഒരു ദിവസം വരും. അതുകൊണ്ടാണ് കാണുന്നവരോട് പറയണത് എന്തെന്ന്, ഭയങ്കര കോൺഫിഡൻറ്റോട് കൂടി പറയുന്നത്, മൈ ഹസ്ബൻഡ് ആൻഡ് ദ ബ്രദേഴ്സ് വിൽ ബി ഹോം ഡയറക്ട്ലി ഫ്രം ദ ഷൂട്ടിങ്ങിൽ നിന്ന് അവർ ഡയറക്റ്റ് ആയിട്ട് വരും. ആൻഡ് ദേ ഓൾവേസ് കം ഇൻ ദിസ് വേ, അവരെന്നും ഈ വഴിക്കാണ് വരിക. അതുകൊണ്ടാണ് ഞാനത് ഓപ്പൺ ചെയ്ത് ഇട്ടിരിക്കുന്നത്. They have been out of for the spine in marshes today, so they will have a fine mess off of my poor carpet. So like you men fuck it, isn't it? അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, കാർപ്പറ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ പുരുഷന്മാർക്ക് അത് ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് മിസ്സിസ് സാമ്പിൾട്ടൺ. അപ്പോൾ മരിച്ചതായിട്ടുള്ള ഒരു പരാമർശവും ഇവിടെ ആര് പറയുന്നില്ല, മിസ്സിസ് സാമ്പിൾട്ടൺ പറയുന്നില്ല. ഒരു വരുമെന്ന വിശ്വാസം തന്നെയാണ് ആർക്കുള്ളത്, മിസ്സിസ് സാമ്പിൾട്ടൺ എന്നുള്ളത്. ഷീ റാറ്റിൽഡ് ഓൺ ദ ചിയർഫുൾ അബൌട്ട് ദ ഷൂട്ടിംഗ് ആൻഡ് സ്കേഴ്സിറ്റി ഓഫ് ദ ബേർഡ്സ്. അതും പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനെക്കുറിച്ച്, ഷൂട്ടിങ്ങിനെ കുറിച്ച്, ബേർഡ്സിനെ കുറിച്ച്, ആൻഡ് ദ പ്രോസ്പെക്ട്സ് ഫോർ ദ ഡക്ക് ഇൻ ദ വിൻ്ററിലുള്ള ഡക്സിനെ കുറിച്ച്. ടു ഫ്രാംപ്റ്റൺ ഇറ്റ് വാസ് എ പ്യൂർലി ഹൊറിബിൾ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഫ്രാംപ്റ്റന് ഭയങ്കര ഹൊറിബിളായിട്ട് തോന്നുകയാണ്. ഹി മെയ്ഡ് എ ഡെസ്പറേറ്റ് ബട്ട് ഓൺലി പാർഷ്യലി സക്സസ്ഫുൾ എഫേർട്ട് ടു ടേൺ ദ ടോക്ക് ഓൺ ടു എ ലെസ് ഗാസ്റ്റി ടോപ്പിക്. അപ്പോൾ പിന്നെ ഈ ടോപ്പിക് എങ്ങനെ മാറ്റണം, ഭയങ്കര ഒരു നിരാശ ഫ്രാംപ്റ്റന് തോന്നുന്നു. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എഫേർട്ട് കൊണ്ട് വേറൊരു ടോപ്പിക്കിലേക്ക് സംഭാഷണം മാറ്റുകയാണ്. ഹി വാസ് കോൺഷ്യസ് ദാറ്റ് ഹിസ് ഹോസ്റ്റസ് വാസ് ഗിവിംഗ് ഹിം ഓൺലി എ ഫ്രാഗ്മെൻറ്റ് ഓഫ് ഹെർ അറ്റൻഷൻ
and her eyes were constantly straying past him to the open window. അപ്പോൾ ഇയാൾക്ക് എപ്പോഴും ഈ ഒരു മിസ്റ്റർ നട്ടൽ സംസാരിക്കുമ്പോൾ ഈ ഒരു മിസ്സിസ് ആപ്പിൾട്ടൺ വളരെ കുറച്ച് നേരെ ശ്രദ്ധിക്കുന്നുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്തിലേക്കാണ്? ഈ ഒരു ഓപ്പൺ വിൻഡോയിലേക്കും അതിന് പിന്നെയുള്ള ഒരു ലോൺ മീൻസ് പുൽത്തകിരി പുല്ല് ഒക്കെയുള്ള ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ, മുറ്റം എന്നൊക്കെ പറയാം, അതിലേക്കാണ് ശ്രദ്ധ പോകുന്നത്. ഇറ്റ് വാസ് സർട്ടൻലി ആൻ അൺഫോർച്ചുനേറ്റ് കോയിൻസിഡൻസ് ദാറ്റ് ഹി ഷുഡ് ഹാവ് പെയ്ഡ് ഹിസ് വിസിറ്റ് ഓൺ ദിസ് ട്രാജിക് ആനിവേഴ്സറി. ഒരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നാം, നിർഭാഗ്യവശാൽ ഈ ഒരു ഡെത്ത് ആനിവേഴ്സറി ഉണ്ടല്ലോ, ആ ഒരു ദിവസം തന്നെയാണ് കാണാനായിട്ട് വന്നിട്ടുള്ളത്. ആരെ കാണാനായിട്ട്? 3 വർഷം മുന്നാണ് ഹസ്ബൻഡും ബ്രദേഴ്സും പോയിട്ട് പിന്നെ തിരിച്ചു വന്നില്ല. ആ ഒരു 3 വർഷത്തിന് ശേഷമുള്ള സെയിം ഡേ ആണ് ഇവിടെ മിസ്സിസ് ആപ്പിൾട്ടനെ കാണാനായിട്ട് മിസ്റ്റർ നട്ടൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കോയിൻസിഡൻസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്തെന്താ? ദ ഡോക്ടേഴ്സ് എഗ്രി ഇൻ ഓർഡറിങ് മീ കംപ്ലീറ്റ് റെസ്റ്റ് ആൻഡ് ആബ്സെൻസ് ഓഫ് മെൻ്റൽ എക്സൈറ്റ്മെൻറ്റ് ആൻഡ് അവോയ്ഡൻസ് ഓഫ് എനിത്തിങ് ഇൻ ദ നേച്ചർ ഓഫ് വയലൻറ്റ് ഫിസിക്കൽ എക്സസൈസ് announced Frampton, who labored under the tolerably widespread delusion and total strangers and chance acquaintance are hungry for the least detail of one's ailments and infirmities, their cause and cure. On the matter of the dick that they are not so much in agreement, he continued. No, said Mrs. Appleton, in a voice which only repeated at the yawn at last the moment. Then she suddenly brightened into an alert condition, but not to what Frampton was asking for. അപ്പോൾ ഇവിടെ ഫ്രാംപ്റ്റൺ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ്. പക്ഷെ അതൊന്നും ആര് ശ്രദ്ധിക്കുന്നില്ല, മിസ്സിസ് ആപ്പിൾട്ടൺ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ അവർ ചോദിക്കുകയാണ്, എന്താ പറഞ്ഞേ? ഫ്രാംപ്റ്റനോട് പറയാണ്, ബട്ട് നോട്ട് ടു വോട്ട് ഫ്രാംപ്റ്റൺ വാസ് സെയിങ്. പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല ആര്? മിസ്സിസ് ആപ്പിൾട്ടൺ കേട്ടോ. അവർ വേറെ ഏതോ ചിന്തയിലേക്ക് പോവുകയാണ്. ഹിയർ ദേ ആർ അറ്റ് ലാസ്റ്റ്, ഷീ ക്രൈഡ്. അവർ വന്നു, അവസാനം അവർ വന്നു എന്ന് പറഞ്ഞിട്ട് മിസ്സിസ് ആപ്പിൾട്ടൺ കരയാണ്. ജസ്റ്റ് ഇൻ ടൈം ഫോർ ടീ, ചായ കുടിക്കാൻ. ആൻഡ് ഡോൺ ദേ ലുക്ക് ആസ് ഇഫ് ദേ വർ മഡി അപ് ടു ദ ഐസ്. അവരുടെ ശരീരത്തിൽ കണ്ണിൽ പോലും ചെളി പുരണ്ടിട്ടില്ലേന്ന് തോന്നുന്നില്ലേ എന്ന് പറയാണ്. അപ്പോൾ അവർ വന്നിരിക്കുന്നു, അവരവസാനം വന്നിരിക്കുന്നു. അവർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഹസ്ബൻഡിനെയും 2 ബ്രദേഴ്സിനെയുമാണ്. 3 വർഷം മുന്നേ പോയതാണ്. അവർ ഓൾറെഡി മരിച്ചുപോയി. എന്നിട്ടും ബോഡി റിക്കവർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മരിച്ചൊന്നും ഉറപ്പില്ല. പക്ഷെ അവരൊരിക്കലും തിരിച്ചു വരില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിലും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മിസ്സിസ് ആപ്പിൾട്ടൺ ആണ്. അപ്പം മിസ്സിസ് ആപ്പിൾട്ടൺ പറയാണ്, ഫൈനലി ഹിയർ ദേ ആർ, അവരെത്തിയിരിക്കുന്നു. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയാണ്. ദേ ലുക്ക് ആസ് ഇഫ് ദേ വർ മഡി അപ് ടു ദെയർ ഐസ് എന്ന് പറയണം. ഫ്രാംപ്റ്റൺ ഷിവേർഡ് സ്ലൈറ്റ്ലി. ഇത് കേട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് വിറയ്ക്കുന്നുണ്ട് ഫ്രാംപ്റ്റൺ. ആൻഡ് ടേൺ ടുവേഴ്സ് ദ നീസ് ആൻഡ് വിത്ത് എ ലുക്ക് ഇൻറ്റൻഡഡ് ടു കൺവേ ദ സിമ്പത്തറ്റിക് കോംപ്രിഹെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു എന്താ പറയുക, സിമ്പത്തറ്റിക് ആയിട്ടുള്ള കോംപ്രിഹെൻഷൻ പറയാണ്. പിന്നെ എന്താ പറയുന്നത്? ദ ചൈൽഡ് വാസ് സ്റ്റാർട്ടിങ് ഔട്ട് ടു ദ ഓപ്പൺ വിൻഡോ. അപ്പോൾ ചൈൽഡ് വാസ് സ്റ്റാറിങ് ഔട്ട് പറഞ്ഞാൽ എന്താ, തുറിച്ചു നോക്കുകയാണ്. വിത്ത് ഡീസ്ഡ് ഹൊറർ ഇൻ ഹെർ ഐസ്. ഈ പെൺകുട്ടിയുടെ കണ്ണിലും അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പെൺകുട്ടി തിരിച്ചു നോക്കുന്നുണ്ട്. അവളുടെ കണ്ണിലും എന്താണ്? ഭയമാണ്, പേടിയാണ്. ഇൻ എ ചിൽ ഷോക്ക് ഓഫ് നെയിംലെസ് ഫിയർ ഫ്രാംപ്റ്റൺ swung round in his seat and looked into the same. ഫ്രാംപ്റ്റനും ഭയത്തോടെ നോക്കി. ഇൻ ദ ഡീപ്പനിങ് ട്വിലൈറ്റ് 3 figures were walking across. നോക്കുമ്പോൾ നോക്കി. ഇൻ ദ ഡീപ്പനിങ് ട്വിലൈറ്റ് മീൻസ് എന്താ? ഈവനിങ്, വൈകുന്നേരം. വാട്ട്സ് ദ മീനിങ് ഓഫ് ട്വിലൈറ്റ്? ട്വിലൈറ്റ് മീൻസ് ഈവനിങ്, വൈകുന്നേരമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആ വെളിച്ചത്തിൽ 3 ഫിഗേഴ്സ്, അതായത് 3 രൂപങ്ങൾ വേർ വാക്കിംഗ് അക്രോസ് ദ ലോൺ. ആ ലോണിലൂടെ നടന്നു വരുന്നുണ്ട്. ടുവേഴ്സ് ദ വിൻഡോനെ ലക്ഷ്യമാക്കി. ദേ ഓൾ ക്യാരിഡ് ഗൺസ് അണ്ടർ ദെയർ ആംസ്. അവരുടെ കയ്യിലൊക്കെ എന്തുണ്ട്? ഗണ്ണുകളുണ്ട്. ആൻഡ് വൺ ഓഫ് ദം വേർ അഡീഷണലി ബേർഡൻ വിത്ത് എ വൈറ്റ് കോട്ട്. ഒരാളുടെ കയ്യിൽ വൈറ്റ് കോട്ടുണ്ട്. ഹങ് ഓവർ ഹിസ് ഷോൾഡറിൽ. എ ടയേർഡ് ബ്രൗൺ സ്പാനിയൽ കെപ്റ്റ് ക്ലോസ് അറ്റ് ഹെർ ഹീസ്റ്റ്. ഒരു സ്പാനിയൽ ഉണ്ട്, ടയേർഡാണ്. നോയ്സ്ലെസ്ലി ദേ നിയർ ദ ഹൗസ്. ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഒരു വീടിൻ്റെ അടുത്തെത്തി. ആൻഡ് ദെൻ എ ഹോഴ്സ് യങ് വോയിസ്. ഹോഴ്സ് എന്ന് പറഞ്ഞാൽ പരുക്കമുള്ള ഒരു യങ് വോയിസ്, ചെറുപ്പക്കാരൻ്റെ ശബ്ദം. ചാൻഡഡ് ഔട്ട് ഓഫ് ദ ഡെസ്ക്. ആ ഒരു വൈകുന്നേരത്തിൽ കേട്ടു. ഐ സെഡ്, ബേർട്ടി, വൈ ഡു യു ബൗണ്ട്? ഫ്രാംപ്റ്റൺ ഗ്രാബ്ഡ് wildly at the stick and the hat. The hall door, the gravel drive and the front gate were dimly noted stages in the handling retreat. A cyclist coming along the road had to run into the hall to avoid an imminent collision. ഇങ്ങനെ ഇത് എപ്പിയർ ചെയ്തെന്ന് പറയണം. ഈ ബ്രദറും എല്ലാവരും തിരിച്ചു വന്നിരിക്കുകയാണ്. ഹിയർ വി ആർ മൈ ഡിയർ, സെഡ് ദ ബിയറർ ഓഫ് ദ വൈറ്റ്
മാഗിസ്മോൺ കമ്മിങ് ഇൻ ത്രൂ ദ വിൻഡോ ഫെയർലി മഡി. ഞങ്ങൾ തിരിക്കുന്നു എന്ന് പറയാണ് ഇവിടെ. മഡി മീൻസ് ചെളി, പുരണ്ടിട്ടുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ഹിസ് ഡ്രൈ ആണ്. ഹു വാസ് ദാറ്റ് ഹു ബോൾട്ടഡ് ഔട്ട് ആസ് വി കെയിം അപ്പ്? മോസ്റ്റ് എക്സ്ട്രാഡിനറി മാൻ മിസ്റ്റർ നട്ടൽ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അവിടെ കണ്ട മനുഷ്യൻ ആരാന്ന് ചോദിക്കുമ്പോൾ മിസ്റ്റർ നട്ടലാന്ന് പറയുന്നുണ്ട് ആര്? സാപ്പിൾട്ടൺ. said Mrs. Appleton could only talk about his illness and dashed off without a word of goodbye or apology when you arrived. അപ്പോൾ പറയാണ് അതായിരുന്നു മിസ്റ്റർ നട്ടൽ. നട്ടലിൻ്റെ പ്രത്യേകത എന്താ? എപ്പോഴും നട്ടലിൻ്റെ അസുഖത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ വന്നതിന് ശേഷം ഒരു ഗുഡ് ബൈ പോലും അല്ലെങ്കിൽ എപ്പോളജി പോലും പറയാതെ വെൻ യു അറൈവ്ഡ് പോയി എന്ന് പറയാണ്. വൺ വുഡ് തിങ്ക് ഹി ഹാഡ് ബീൻ എ ഗോസ്റ്റ്. അപ്പോൾ പെട്ടെന്ന് പോയി എന്ന് പറയുമ്പോൾ വൺ വുഡ് തിങ്ക് ഹി ഹാഡ് ബീൻ എ ഗോസ്റ്റ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഈ മിസ്റ്റർ നട്ടൽ എന്തായിരിക്കാം? ഗോസ്റ്റ് ആയിരിക്കാം. ഐ എക്സ്പെക്ട് ഇറ്റ് വാസ് എ സ്പാനിയൽ സെഡ് ദ നീസ് കാംലി. അതൊരു പക്ഷേ സ്പാനിയൽ ആയിരിക്കാം. ഹി ടോൾഡ് ഹി ഹാഡ് എ ഹൊറർ ഓഫ് ഡോഗ്സ്. ഹി വാസ് വൺസ് ഹൺഡ്രഡ് ഇൻ ടു എ സിമെട്രി സംവെയർ ഓൺ ദ ബാങ്ക്സ് ഓഫ് Ganges of a pack of pariah dogs, and he had to spend the night in a newly gay with their creatures snarling and grinning at the foaming just above him, enough to make anyone their nerve. Romance at short notice was her speciality. സോ ഇവിടെ ലാസ്റ്റ് ആരാണ് ഗോസ്റ്റ് എന്ന് നമ്മുടെ ഡൗട്ട് വരുന്ന രീതിയിലാണ്. നമ്മൾ ഓൾറെഡി ഈ 3 പേരെയാണ് നമ്മൾ ആദ്യം മരിച്ച് ഗോസ്റ്റായിട്ട് പ്രതീക്ഷിക്കുന്നത്. പിന്നെ പറയുന്നത് മിസ്റ്റർ നട്ടലാണ് ഗോസ്റ്റ്. അപ്പോൾ ആ ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത വളരെ സസ്പെൻസ് ആയിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്ലോസ് റീഡിങ് ഓഫ് ദ സ്റ്റോറി വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ലോങ് സ്റ്റോറിയാണ്. അപ്പോൾ ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ മനസ്സിലാവണമെന്നില്ല. സോ യു ഹാവ് ടു റീഡ് 2 times. 2 പ്രാവശ്യമെങ്കിലും വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.